എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാന സർക്കാർ ഇന്നാണ് കേന്ദ്രത്തിൽ നിന്ന് 8,000 കോടിയോളം രൂപ കടമെടുക്കുന്നത്. തുക കടമെടുക്കുന്നതോടെ പെൻഷൻ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ വിരമിച്ച സർക്കാർ പെൻഷനുകാർക്കും 2025 വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2025-26 സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 7-ാം തീയതിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർണായക പ്രഖ്യാപനമാണ് നടത്തുന്നത്. ജനുവരി 17-നാണ് നിയമസഭ ചേരാൻ പോകുന്നത്. ബജറ്റ് അവതരണത്തിന് മുമ്പ് സാമൂഹിക സുരക്ഷാ പെൻഷനും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാമത്തെ ഗഡുവും നൽകാനാണ് മന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ നീക്കം. കേരളത്തിന് ഏകദേശം 8,000 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. 17,600 കോടി രൂപ കടമെടുക്കാനാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ആവശ്യപ്പെട്ടതിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് അനുമതി നൽകിയത്. ഇതിൻ്റെ കാരണം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ പുനഃപരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ട് കേരളം വീണ്ടും കത്ത് നൽകുന്നതായിരിക്കും. ചൊവ്വാഴ്ച, അതായത് ഇന്നാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ പണം ലഭിക്കുന്നതോടെ ഉടൻ തന്നെ പെൻഷൻ വിതരണവും ആരംഭിക്കും. 2025 വർഷത്തെ ആദ്യത്തെ കടമെടുപ്പാണിത്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആകെ കടം 34,502 കോടി രൂപയായി വർദ്ധിക്കും. കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളാണ് പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുന്നത്. സർക്കാരിലേക്ക് തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും.